Hey guys, so welcome back to another great episode of SR Vlogs. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനൊരു പ്ലസ് കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഫെബ്രുവരി 1 അപ്പോൾ ഇന്ന് തൊട്ട് ഒരു കംബാക്ക് സീരീസ് പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് 14 ദിവസത്തേക്ക് ഒരു കംബാക്ക് സീരീസ് എപ്പിസോഡായിട്ട് ഡെയിലി ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടിക്കോ, ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് 80 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 14 ദിവസം വെച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഈ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പക്ക റിവിഷനൊക്കെ ചെയ്ത് മോഡൽ എക്സാം തൂക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പം കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോ, കമൻറ്റ് ചെയ്യുക, യെസ് ഇല്ലെങ്കിൽ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചാലഞ്ച് ചെയ്യാം. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ബിസിനസ് പഠിക്കാമെന്നാണ്. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു അതുകൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് വെയിറ്റേജ് ഒക്കെ പറഞ്ഞിട്ട്, എന്നാലും ഞാൻ വിചാരിച്ച് പറയാം. അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഈ ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് 4 ചാപ്റ്റേഴ്സിനാണ് essay മാർക്കിന് വരാനുള്ള സാധ്യതയുള്ളത്. അതായത് 2ാമത്തെ ചാപ്റ്ററിനും 4ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ 10th 7th ഈ 4 ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ വേണ്ടി സാധ്യതയുള്ളത് എന്ന് പറഞ്ഞത് ഈ 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തന്നെ നല്ലപോലെ പഠിക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് essay വരൂല എന്നല്ല, പക്ഷേങ്കിൽ കുറച്ചുകൂടെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ബിസിനസ് പഠിക്കാമെന്നാണ്. അപ്പോൾ 4 മെയിനായിട്ടുള്ള ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇന്ന് പഠിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. സോ ലെറ്റ് മീ ട്രൈ. എന്താവും എന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. സെൽഫ് സ്റ്റഡി ചെയ്യണം, അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. അപ്പോൾ സംസാരിച്ച് സമയം കളയുന്നില്ല, നിങ്ങളും കൂടി ഇരുന്ന് പഠിച്ചോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിസിനസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഒരുവിധം അറിയാം. പക്ഷേ എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലും ഒരുവിധം മെറിറ്റും ഫീച്ചേഴ്സും ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എല്ലാം കൂടെ അങ്ങ് മിക്സായി പോയിട്ട് കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കാണുന്നുണ്ടായത്. അങ്ങനെ ഒരുവിധം ഞാൻ ക്ലാസ്സൊക്കെ കണ്ട് കുഴപ്പമില്ലാണ്ട് ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടൈം നോക്കിയാൽ ഒരു 11:10 ആകുമ്പോഴേക്കും ഞാൻ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞു. 1 മണിക്കൂർ എടുത്തിട്ട് ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഒരു പൊതിച്ചോറ് ലഞ്ചായിട്ട് കഴിക്കണം നല്ല ആഗ്രഹമായിരുന്നു. അപ്പം നല്ല ക്യാരറ്റ് തോരനും അച്ചാറും പിന്നെ പുളിയിഞ്ചിയും നല്ല പപ്പടവും മോര് കറിയൊക്കെ വെച്ചിട്ട് നല്ല ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ആ ഒരു ദിവസത്തിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങൾ നോക്കാം. സോ ഇന്ന് ഞാൻ മെയിനായിട്ട് അക്കൗണ്ടൻസി പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും സ്റ്റ്യൂ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ടിരുന്നു. സോ അക്കൗണ്ടൻസി പഠിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എടുത്തു വെച്ചത് കുറച്ച് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ച് സെറ്റപ്പായിട്ട് പഠിക്കാനായിട്ടിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബിസിനസ്സിലേക്ക് തുള്ളി. എന്താണെന്നറിയില്ല, എനിക്ക് എന്ത് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ബിസിനസ് പഠിക്കാൻ കുറേ ഉണ്ടല്ലോ, ഇല്ല എക്കണോമിക്സ് ഇന്ത്യൻ എക്കണോമി പഠിക്കാൻ കുറേ ഉണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ട് ഞാൻ വീണ്ടും ആ ഒരു സബ്ജക്റ്റിലേക്ക് കടന്നു പോകും. അപ്പോൾ അതാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ കുറച്ച് നേരം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ 10th ചാപ്റ്റർ കാണാമെന്ന് വെച്ചിട്ടായിരുന്നു ലൈവ് വെച്ചത്. പക്ഷേ ഞാൻ വീണ്ടും 1ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി. അതായത് ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ദിവസം പോയിട്ടുണ്ടായത്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, അതായത് സ്റ്റാറ്റിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നായിരുന്നു വിചാരിച്ചത് മോർണിംഗ് സെഷനിൽ. പക്ഷേ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 6:45 ആയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ എക്കണോമിക്സ് ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഒക്കെ ട്രൈ ചെയ്ത് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 7:15 ഒക്കെ ആയി. ഇപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റും വായിച്ച് നോക്കിയിട്ടുണ്ട്. ടെക്സ്റ്റിൽ നോട്ടിലില്ലാത്ത കുറേ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അച്ചീവ്ഡ് ദ ഫസ്റ്റ് ഗോൾ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ ബൈ ബൈ. സോ അങ്ങനെ 8:50 ആയപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് ഞാൻ അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങി. അങ്ങനെ അത് കുറച്ച് നേരം ഇരുന്ന് ഞാൻ വായിച്ചു നോക്കി. ടെക്സ്റ്റ് അടക്കം വായിച്ചിട്ട് അങ്ങനെ തന്നെ പഠിച്ച് സെറ്റാക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ചു. പിന്നെ ടെക്സ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ കുറച്ചധികം
നമ്മൾ പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് മേജർ ട്രേഡ് സെൻറ്റേഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ സ്കൂളിൽ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു അസൈൻമെൻറ്റ് പോലെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് അത് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ടൈം നോക്കിയാൽ ഒരു 12:50 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്ര നേരം ഫുൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. അതായത് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു എന്നും പറയാൻ കഴിയില്ല. കാരണം എന്തെല്ലോ പോലെ, അതായത് ഭയങ്കര ഉറക്ക് വരലും ക്ഷീണമെല്ലാം പിടിക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. അതൊരു 1 മണിക്കൂറായി. പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു 20 മിനിറ്റ് നാപ്പ് എടുത്തിട്ട് പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അതും നടന്നില്ല. ആ ഒരു ഉറക്കം അങ്ങ് കുറച്ചധികം ആയിപ്പോയി. അങ്ങനെ ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ട്. സോ കുഴപ്പമില്ല, തുടക്കമായതുകൊണ്ട്, തുടക്കം നല്ല ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്കിനിയുള്ള ടൈം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാമല്ലോ. കാരണം ഇനി കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രസൻറ്റ് മൂമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നതിലല്ലേ വലിയ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡേയിൽ ഹൗ ടു പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. കുറേ മണിക്കൂറുകളൊക്കെ ഇരുന്ന് പഠിച്ച് സെറ്റാക്കി കുറേ ചാപ്റ്റേഴ്സൊക്കെ തീർക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 hour 8 minutes. അപ്പോൾ ഇപ്പോൾ ടൈം നോക്കിയാൽ 2:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നോട്ട്സിലെടുത്ത കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചു. നല്ലപോലെ എങ്ങില്ല, നല്ല പറ്റുന്ന പോലെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ബാക്കിലുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.